ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നതിനെ കുറിച്ച് നമുക്കറിയാം. ബഹുമാന്യനായ ഉസ്താദ് അവർകൾ ഇന്ന് വളരെ പരിക്ഷീണിതനായി ഒട്ടേറെ രോഗങ്ങൾ കൊണ്ട് ഒരു അസ്ഥിപഞ്ജരമായി മാറിയ, രോഗങ്ങൾ പേറുന്ന അസ്ഥികൂടം മാത്രമായി മാറിയ അദ്ദേഹം നിരവധി ചികിത്സയും മറ്റു കാര്യങ്ങളുമായി കഴിയുകയാണ്. തന്റെ പ്രബോധന രംഗത്ത് സജീവമാകാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഉത്കടമായ സ്നേഹവും പ്രേമവും ഒക്കെ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതൻ ഇന്ന് അതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ രോഗശികൾ കഴിയുമ്പോൾ എനിക്ക് വളരെ പ്രത്യേകമായി പറയാനുള്ളത് ഈ സദസ്സിന്റെ ദുആ. ഓരോ സ്വലാത്തുകൾ ചൊല്ലുമ്പോഴും ആയിരക്കണക്കിന് സ്വലാത്തുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ചൊല്ലി ലക്ഷവും കോടിയുമായി മാറുന്ന മലായികത്തുകളുടെ കൃത്യമായ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ മാത്രമല്ല, നിങ്ങളുടെ ഓരോ സ്വകാര്യ പ്രാർത്ഥനകളിലും അദ്ദേഹത്തെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അജ്വ വലിയ ഒരു സംഘടനാ സംവിധാനമോ കേഡർഷിപ്പോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയുള്ള PR വർക്കുകളോ ഒന്നുമില്ലാതെ ഒരു നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടാമെന്ന് വളരെ കൃത്യമായിട്ട് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധുക്കളായ വിധവകളായ വീട്ടമ്മമാർക്ക് അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തുടങ്ങി, അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ സർവനോന്മുഖമായ മേഖലകളിലും അജ്വ എന്ന ഈ ചെറിയ കൂട്ടായ്മ ഒട്ടേറെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് സമർപ്പിക്കുന്നത്. ഈ ഓരോ പ്രവർത്തനങ്ങളും നാടിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും സമഭാവനയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാവരോടും സഹിഷ്ണുതയോടെ പെരുമാറാനുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് അജ്വ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അജ്വയുടെ ലക്ഷ്യങ്ങളിലെ മൂന്നാമതായി എണ്ണപ്പെടുന്ന മനുഷ്യാവകാശ സംരക്ഷണം എന്ന ഒരു ഘടകം കൂടി അജ്വയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്. മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗങ്ങൾക്ക് മാത്രമോ ജനവിഭാഗങ്ങൾക്ക് മാത്രമോ അല്ല, പച്ചയായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് മുഴുവൻ മനുഷ്യരുടെയും മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കുമേൽ കൃത്യമായ ഇടപെടൽ നടത്തുവാനും അവർക്ക് നിയമസഹായങ്ങൾ നൽകുവാനും ഒക്കെ അജ്വയെ പോലെ ഒരു സംഘടന പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതും നാം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. ഒട്ടേറെ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ആധികാരിക പണ്ഡിത സംഘടനകളും അവരുടെയൊക്കെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യാവകാശം പോലെ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മൗലികമായിട്ടുള്ള റൈറ്റ്, ഹ്യൂമൻ റൈറ്റ്, ഇന്നത് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിദ്വേഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ പേരിലുള്ള ഒട്ടേറെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പോലും ഭിന്നിപ്പിക്കാനുള്ള ക്രൂരമായ പദ്ധതികളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ റിപ്പബ്ലിക് ദിനം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു പരിപാടിയുമായി നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇനിയൊരു റിപ്പബ്ലിക് ദിനം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്കെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇനിയും തുടർച്ചയായി നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമായി മനുഷ്യാവകാശം മാറുകയാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇന്ത്യ, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല ഇന്ത്യ, ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേകമായ ജനവിഭാഗങ്ങൾക്കോ മാത്രമുള്ളതല്ല ഇന്ത്യ എന്ന പ്രഖ്യാപനം കൂടി നമുക്ക് ഇത്തരം മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ, മനുഷ്യാവകാശ സംരക്ഷണങ്ങളുടെ ഭാഗമായി പറയാൻ കഴിയണം. അപ്പോഴാണ് ഈ സംഘടന ഈ കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരുന്ന സംഘടന എന്ന ഒരു പദപ്രയോഗം പോലും അന്യമായ അവസ്ഥയിലേക്ക് ഒരു സംഘടനാ രൂപത്തിലുമല്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ കൂട്ടായ്മ മനുഷ്യാവകാശ രംഗത്ത് പുത്തൻ കൈത്തിരികൾ കത്തിച്ചുകൊണ്ട് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്താണിയും ആശ്രയവുമായി മാറാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭീതിദയമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, എല്ലാ മതങ്ങളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, എല്ലാ മതങ്ങളും അവരുടെ ദാർശനിക തത്വങ്ങളെ കൃത്യമായി പൊതുസമൂഹത്തിന് വിവരിച്ചു കൊടുത്തുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടം
കാലഘട്ടമാണിത്. മതങ്ങളെ തമ്മിൽ സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും ഈർഷ്യയുടെയും അനൈക്യത്തിന്റെയും അധാർമികതയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും സാഹോദര്യത്തിന്റേതാണ്, എല്ലാ മതങ്ങളും ദാർശനികതയുടേതാണ്, എല്ലാ മതങ്ങളും ഐക്യത്തിന്റേതാണ്. എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്ന ദർശനം ഈ രാജ്യത്ത് എന്നല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മനുഷ്യന്റെ വിഷയങ്ങളിൽ ഐക്യപ്പെട്ടുകൊണ്ടും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന മതങ്ങളാണ്. ഇസ്ലാം മാത്രമല്ല, മറ്റെല്ലാ മതവിഭാഗങ്ങളും തന്നെ ആ നിലയിലുള്ള ദർശനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മതമൈത്രിയുടെ ദർശനങ്ങളായി നാം ഒരിക്കലും ഒരു മതങ്ങളെയും വിശേഷിപ്പിക്കപ്പെടേണ്ടതില്ല. എല്ലാ മതങ്ങളും മൈത്രിയുടേതാണ്. മാനവ സൗഹാർദ്ദമാണ് ആവശ്യം. പലപ്പോഴും പല ക്യാപ്ഷനുകളും ഉയർന്നു വരുന്നത് മതസൗഹാർദ്ദം എന്ന പേരിലാണ്. നമുക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയണം, ഒരു മതത്തെയും അഡ്രസ് ചെയ്യാൻ, ഒരു മതത്തെയും പരിചയപ്പെടുത്താൻ, ഒരു മതത്തിന്റെയും ആശയ പ്രബോധനം നടത്താൻ ഒരിക്കലും മതസൗഹാർദ്ദം എന്ന പ്രയോഗത്തിന്റെ ആവശ്യം തന്നെയില്ല. മതങ്ങളെല്ലാം സൗഹാർദ്ദത്തിന്റേതാണ്. ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ ഉത്ബോധിപ്പിക്കുന്ന ദർശനങ്ങളാണ് മതങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ദർശനത്തെ ഇസ്ലാമിക സമ്മേളനം എന്ന നിലയിൽ നാം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടാൽ ഇസ്ലാം പറയുന്നത് നാം എല്ലാം മനുഷ്യരെല്ലാം ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്നാണ്. ഒരേ ഒരു സ്ത്രീ പുരുഷനിൽ നിന്നുമാണ് നിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാനവികതയെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഒരേ ഒരു സ്ത്രീ പുരുഷനിൽ നിന്നുമാണ് നിന്റെ ഉത്ഭവം. കേൾക്കുമ്പോൾ നമുക്കതിന്റെ സാരം പെട്ടെന്ന് മനസ്സിലാകില്ല എങ്കിലും ഇത്രയേറെ സാഹോദര്യവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പദപ്രയോഗം ലോകത്തെവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഇത്രയേറെ സാഹോദര്യത്തോടെ ഒരേ ഒരു സ്ത്രീ പുരുഷനിൽ നിന്നുമാണ് നമ്മുടെ ഉത്ഭവം എന്ന് പറയുമ്പോൾ മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണ് എന്നാണ് ഇതിന്റെ സന്ദേശം. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഭാഷണത്തിലേക്കൊന്നും പോകാതെ അഭിമന്യനായ നമ്മുടെ അബൂബക്കർ കാസ്മി ഉസ്താദ് അവർകൾ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ